നിങ്ങൾ ഇതനുസരിക്കാതെ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങളും ലാലിമ്യങ്ങൾ പെടുന്ന ആരോട് പറഞ്ഞിട്ടുണ്ട്? നബിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി കുടുംബത്തിനും അത് ബാധകല്ലേ? ആരായാലും ബാധകം. നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പേച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് വരിക. ദീനിനേക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് പാകപ്പയത്. നമ്മുടെ തൊക്കിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞുകൂടാ എന്നൊരു വിലക്ക് വരാൻ പാടില്ല. മുസ്ലിം ലീഗിന് പ്രത്യേകത ഉണ്ട്. അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, സംഘടനയാണ്, ഉമ്മത്തിന്റെ സംഘടനയാണ്. അതിനോട് നമുക്ക് കൂറുണ്ടാവണം. അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്ത് ജമാഅത്തിനോടും കൂറിങ്ങോട്ടും കാണിക്കണം. ഇസ്ലാമിക വിരുദ്ധല്ലേ സക്കാത്ത് എന്ന് പറഞ്ഞാൽ വീഴണ്ടേ? സക്കാത്തിന്റെ അവകാശികൾ എന്നിട്ട് അത് ആഹ്വാനം ചെയ്യാൻ, എന്നിട്ട് എല്ലാവരും സക്കാത്ത് ഫണ്ട് ബൈത്തുൽ സക്കാത്തിൽ ഏൽപ്പിക്കണം. അത് നമ്മൾ ആൾക്കാരും കൂടിക്കൊടുക്കുക. നമ്മൾ ആദരിക്കപ്പെടുന്ന ചില ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇത് പറഞ്ഞാല് നമ്മൾ വേറെന്തോ ആകുകയാണ്. നമ്മളൊരു മൂലക്കാക്കി നമ്മൾ എന്തൊക്കെ ആക്കും. ഇത് പിന്നെ ആരും പറയണ്ടേ? ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫഅലഹിലാണ് എന്നല്ലേ? നാട്ടിലൊക്കെ വിദ്യാത്തും അതുപോലെ അനാവശ്യവും അനാചാരങ്ങളൊക്കെ വളർന്നു വരുമ്പോ ഒന്നുകില് അതിന് ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ നാവുകൊണ്ടെങ്കിലും പ്രതിരോധിക്കണം. ഒന്നുമില്ല, മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണമെന്നാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചാലാണ്. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തുകാന്തായി അവന് പറയാ, പേടിപ്പിക്കാൻ ഒരു കൂട്ടർ പണ്ടെന്ന് വിചാരിച്ച് പേടിച്ച് ഇവിടെ കുത്തിരുന്നാൽ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് ഈ ബൈത്തുൽ സക്കാത്ത് നിഷിദ്ധമാണ്, അനിസ്ലാമികമാണ്. ഇപ്പൊ നമ്മൾ എറണാകുളത്തിന്റെ ഒരു മുനമ്പം വെക്കും, 404 ഏക്കറ ചില്ലറയുള്ള ഒരു സ്ഥലം വഖഫാണ്. ഫറൂഖ് കോളേജിന് വേണ്ടി വഖഫാക്കിയ ഒരു സ്വത്താണത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആധാരം വളരെ വ്യക്തമാണ്. കോടതി വിധികൾ, ഒന്നിലധികം വിധികൾ അതിലുണ്ട്. കഴിഞ്ഞ കാല സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ്. അങ്ങനെയൊക്കെയുള്ള എല്ലാ നിലക്കും വഖഫ് ബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തമായ സ്വത്താണ് വഖഫാണ് എന്നുള്ളത്. അതും ഫറൂഖ് കോളേജ് കൈകാര്യം ചെയ്യുന്ന വഹാബികളാണ് അത് വിറ്റത്. അവരാണ് വിറ്റതാണ്. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല, അനന്തരം കൊടുക്കാൻ പാടില്ല, വെറുതെ കൊടുക്കാൻ പാടില്ല. അതതിന്റെ തടി നിലനിർത്തിക്കൊണ്ട് എന്തിനാണോ ഇത് വാക്കിഫ് നിശ്ചയിച്ചാൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പള്ളിയിലെ മൂല്യന്മാർക്ക് ശമ്പളം കൊടുക്കാന്, വെള്ളം കോരാന്, വെളുക്കെത്തിക്കാന് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും. അതിനെ കൊടുക്കാൻ പാടില്ല. എന്നാൽ വഹാബികളും മൗദൂദികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. അതിനൊപ്പിച്ചിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറയും അവർക്ക് അവിടെയുള്ള ആൾക്കാർ വോട്ടാ കിട്ടണ്ട. അതിനെതിരെ നമ്മൾ പറയണ്ടേ? അതിനെതിരെ നമുക്ക് പറഞ്ഞൂടെ? പറയണം. വഖഫാണ്, സംരക്ഷിക്കപ്പെടണം. വഖഫാക്കിയ വാക്കിഫിന്റെ നിശ്ചയം എന്താണോ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ കാലികമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊന്നും മിണ്ടാതിരുന്നു കൊണ്ടിട്ട് കണ്ണടച്ച് ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്ന ഒരു സംവിധാനം നമുക്ക് പറ്റില്ല, നമുക്ക് ഭൂഷണമല്ല. ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക, അവരുടെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതും ഇസ്ലാമിക വിരുദ്ധാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവൂ, സഹകരിക്കാവൂ. കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത്, തെറ്റാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ബിദഈ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്തതിനെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ്. ആര് ചെയ്താലും തെറ്റാണ്. ഇതിപ്പോ ഞാനൊരാൾ ഉദ്ദേശിച്ച് പറഞ്ഞതെല്ലാം പൊതുവെ പറയാണ്. ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും, കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിൽ പോയാലും പുറത്താക്കും, ലീഗുകാരും പോയാലും പുറത്താക്കും. അല്ലേ? സംഗതിയല്ലേ? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ആദർശ വിരുദ്ധമായ, അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത, അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കണം. ഭരണഘടന അതാണ് അതിൽ അനുശാസിക്കുന്നത്. തീരുമാനങ്ങൾ അതാണ്.
സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം. ഇത് പറയണ്ടേ? അതിനിപ്പോ ചില ആൾക്കാർ ഒഴിവുണ്ടോ? ആരാ ഒഴിവുള്ളത്? മൈസൂമികളായിട്ട് ആരുമില്ല. അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ്, ഹലാലാക്കിയത് എല്ലാവർക്കും ഹലാലാണ്, ഫർളാക്കിയത് എല്ലാവർക്കും ഫർളാണ്. അതൊരു കൂട്ടർ ചെയ്താൽ തെറ്റില്ല, ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾ മറ്റുള്ള ആരും നോക്കണ്ട, അത് പണ്ടേ അങ്ങനെ പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റില്ല.